ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്ന പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് പാടുള്ളതായിരുന്നു. ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ ഞാൻ തരാൻ പോകുകയാണ്. രണ്ട് രീതിയിൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ക്രോം ഒഴിയൊന്നും അല്ലാതെ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാലേ ഞാൻ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതെടുത്തപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോസിൽ കയറിയിട്ട് ഇപ്പം ഞാൻ ചെയ്ത പ്ലേലിസ്റ്റൊക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇത് ചെയ്യാം. ഇപ്പം വാച്ചിൻ്റെ നമുക്ക് ഇപ്പം ഇത് സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പം ഞാൻ അൺബോക്സിങ് വാച്ചിൻ്റെ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് വേണ്ട, ഇവിടെ ന്യൂ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടൈറ്റിൽ കൊടുക്കാം, നമുക്ക് അൺബോക്സിങ് വീഡിയോസ് കൊടുത്തിട്ട് പബ്ലിക്കാക്കി ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് സേവ് ചെയ്യാം. സേവ് ടു പ്ലേലിസ്റ്റ് അൺബോക്സിങ് വീഡിയോ ഡൺ. അത് നമുക്ക് എല്ലാം ഒന്നങ്ങനെ ചെയ്തെടുക്കാം. അൺബോക്സിങ് വീഡിയോസ് അപ്പം ഇങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വട്ടം ഇട്ടത് ഇച്ചിരി പാടായിരുന്നു, ഇത് ഇച്ചിരി എളുപ്പമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമുക്ക് പിന്നെ കാണാം. ടാറ്റ.